ദൈവനാമത്തിന് മഹത്വം. സിയോൻ ഓൺലൈൻ ബൈബിൾ ക്വിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ദൈവകൃപയാൽ നമ്മുടെ 25 ദിവസത്തെ ബൈബിൾ ക്വിസ് അനുഗ്രഹമായി പൂർത്തീകരിക്കുവാൻ ദൈവം സഹായിച്ചു. ഇടയ്ക്ക് ചില ദിവസങ്ങൾ നിർത്തിവെക്കേണ്ടതായിട്ട് വന്നു, എമർജൻസി ആയിട്ട് നാട്ടിൽ പോയതുകൊണ്ട്. അതുപോലെ തന്നെ 24, 25 ദിവസത്തെ ഉത്തരം പറയുവാനായിട്ടും അല്പം വൈകി. നിങ്ങൾക്ക് ഈ ബൈബിൾ ക്വിസ് എത്രത്തോളം പ്രയോജനകരമായി എന്ന് അറിയുവാനായിട്ട് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇനി അടുത്ത ബൈബിൾ ക്വിസിലേക്കുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ ഈ വീഡിയോയ്ക്ക് താഴെ വന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ 25-ാമത്തെ ദിവസത്തെ ചോദ്യവും ഉത്തരവും നമുക്ക് നോക്കാം. നമ്മുടെ ഉത്തരങ്ങൾ അറിയാനായിട്ട് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നറിയാം. നമ്മുടെ 25-ാം ദിവസത്തെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ഭാര്യയോടുകൂടി സഞ്ചരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന അപ്പോസ്തലൻ ആരാണ്? പല പ്രിയപ്പെട്ടവരും അക്വിലാവും പ്രിസ്കില്ലയും എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്നവരാണ്. രണ്ടുപേരും ഒരുമിച്ച് സഞ്ചരിച്ചിട്ടുണ്ട്, ഒരുമിച്ച് സുവിശേഷം അറിയിച്ചിട്ടുണ്ടോ എന്നൊക്കെ. എന്നാൽ സഞ്ചരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന ആ പേരാണ് ചോദിച്ചത്. ഇതിൻ്റെ ഉത്തരം വരുന്നത് 1 കൊരിന്ത്യർ 9:5. നമുക്കിങ്ങനെ വായിക്കുവാനായിട്ട് സാധിക്കും: ശേഷം അപ്പോസ്തലന്മാരും കർത്താവിൻ്റെ സഹോദരന്മാരും കേഫാവും ചെയ്യുന്നത് പോലെ ഭാര്യയായൊരു സഹോദരിയുമായി സഞ്ചരിപ്പാൻ ഞങ്ങൾക്ക് അധികാരമില്ലയോ? അപ്പോൾ അവിടെ പേര് പറഞ്ഞിരിക്കുന്നത് കേഫാവിൻ്റെയാണ്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഉത്തരം വരുന്നത് കേഫാവാണ്. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: യേശു ഏറ്റവും അധികം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എത്ര പേർക്കാണ് പ്രത്യക്ഷനായത്? ഇതിൻ്റെ ഉത്തരം വരുന്നത് 500-ലധികം. 1 കൊരിന്ത്യർ 15:6. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: പൗലോസ് ദുഃഖിപ്പിച്ച സഭ ഏതാണ്? ഉത്തരം ഇതാണ്: കൊരിന്ത്യ സഭ. 2 കൊരിന്ത്യർ 7-ാം 8, 9 വാക്യങ്ങൾ. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു: ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയാത്തത് ആർക്കാണ്? പല ഉത്തരം വരുന്നുണ്ട്. ആദ്യത്തെ ഉത്തരം നമുക്കൊന്ന് നോക്കാം. 1 കൊരിന്ത്യർ 6:9 നമുക്ക് ഇങ്ങനെ വായിക്കുവാൻ കഴിയും: അന്യായം ചെയ്യുന്നവൻ. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 6:10 വിഗ്രഹാരാധികൾ, അത്യാഗ്രഹികൾ, അങ്ങനെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. അതുപോലെ 1 കൊരിന്ത്യർ 15:50 പറയുന്നുണ്ട് മാംസരക്തങ്ങൾക്ക്. അപ്പോൾ ഈ ഉത്തരം ഏതയച്ചാലും അത് ശരിയായിരുന്നു. നമ്മുടെ അവസാനത്തെ ചോദ്യം ഇതായിരുന്നു: എഫേസ്യ ലേഖനത്തിൽ 1 എന്ന് പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഇതാണ്: ശരീരം 1, ആത്മാവ് 1, വിശ്വാസം 1, സ്നാനം 1. എഫേസ്യ ലേഖനം 4-ാം 4, 5 വാക്യങ്ങൾ. ഇനി നമുക്ക് ഈ ചോദ്യങ്ങൾക്ക് ആദ്യം ശരിയുത്തരം അയച്ച 3 പേർ ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഈ 25 ദിവസത്തെ ബൈബിൾ ക്വിസിൻ്റെ വിജയികളെ അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും.